ഹലോ, ഹായ്. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്കൊരു കൊഞ്ചം തേങ്ങ അരച്ച് വെക്കുന്നു, കൊഞ്ചം ഫ്രൈയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിനുള്ള എല്ലാം നമ്മൾ ശരിയാക്കി വെച്ച് ഒരു മിക്സിയിൽ ഒരു മുറി തേങ്ങ, ജീരകം, മുളക് പൊടി, മഞ്ഞൾ പൊടി ഇട്ടിട്ട് അരക്കുക വെക്കുക. അത് കഴിഞ്ഞ് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക, എണ്ണ വരിക, അതിൽ കുറച്ച് കടു, പിന്നെ ഉലുവ, ജീരകം ഇതെല്ലാം ഇട്ടിട്ടൊന്ന് പൊട്ടുക വെക്കുക. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ മുറിച്ചിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, കരുവാമഞ്ചപ്പ് എല്ലാം മുറിച്ചിട്ട് വെക്കണം. ഇത് പൊട്ടിയെന്ന് കാണുമ്പോൾ നമ്മളതിൽ വെളുത്തുള്ളി, പച്ചമുളക്, കരുവാമഞ്ചപ്പ്, ഉള്ളി എല്ലാം മുറിച്ചിട്ട് എല്ലാം ഇട്ട് ഇളക്കി നല്ല മിക്സ് ആക്കുമ്പോഴേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് വെക്കണം. അപ്പോൾ ഈ ഉള്ളി ഇതെല്ലാം വെച്ച് ഒന്ന് മൂത്ത് എന്ന് കാണുമ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് കുറച്ച് കരുവാമഞ്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് രണ്ട് ഇളക്കിയതിൻ്റെ ശേഷം അത് കഴിഞ്ഞാൽ നമുക്ക് പുളി വീഴുന്നില്ല. നമ്മൾ കുറച്ച് മാങ്ങയാണ് മുറിച്ചിട്ട് വെക്കുന്ന, ഒരു പകുതിയോളം മാങ്ങ എടുത്ത് മുറിച്ചിട്ട് അത് വെച്ച് അത് ഇട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഒന്നോ രണ്ടോ ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് അതിടും. അതും മാങ്ങയും തക്കാളിയും എല്ലാം കഴിഞ്ഞാൽ ഒരു ലേശം ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റും അതിലിട്ട് കൊടുക്കും. എല്ലാം കൂടി ഇളക്കി പിടിച്ച് അതിന് വേണ്ടുന്ന ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കും. ഈ ഉപ്പെല്ലാം ഇട്ട് ഇളക്കി അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഒരു തരിയും മഞ്ഞളും ഒരു തരി മുളകും ഇതിലിടും. എന്ന് നമ്മൾ തേങ്ങയിൽ ഇട്ടിട്ടുണ്ട്, കൂടുതൽ വേണ്ട. അപ്പോൾ അതെല്ലാം ഇളക്കി ഇതാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെക്കും. ഇതിനി ഒന്ന് പതച്ചാൽ നമ്മൾ കൊഞ്ചനപ്പളക്കെല്ലാം വൃത്തിയാക്കി കൈ പെരക്കി വെച്ചിട്ടുണ്ട്. ഒന്നും പെരക്കാണ്ടിട്ടാൽ കൊഞ്ചനെല്ലാം ഒരു വെള്ള കളറുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾ മുളക് ഇട്ട് പെരക്കി വെച്ചിന്. അപ്പം കുറച്ച് ഇത് ഇളക്കി തക്കാളിയും എല്ലാം ഇട്ടതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് വെള്ളവും വാർന്ന് ആ പെരക്കി വെച്ച കൊഞ്ചനൊരു 10 കൊഞ്ചനെടുത്ത് ഫ്രൈക്ക് വെച്ച് ബാക്കി കൊഞ്ചനയിലിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടിയട വെക്കും. ഇനി ഇതൊരു പതക്കൽ പതച്ച് ഒരു മാങ്ങയും പച്ചമുളകും അതെല്ലാം ഒരു ഇളം വെന്ത് എന്ന് കാണുമ്പോൾ നമ്മളൊന്ന് എടുത്ത് ഇളക്കി പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും കുറച്ച് നല്ല മിക്സിയെല്ലാം കൈ പിടിച്ചിട്ട് കുറച്ച് വെള്ളവും ആ തേങ്ങയെല്ലാം ഇതിൽ പാർന്ന് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം അതിന് എത്ര വെള്ളം വേണം, എത്ര ഉപ്പ് വേണം, എത്ര മുളക് വേണം എല്ലാം നോക്കി എല്ലാം ടേസ്റ്റ് നോക്കി എല്ലാം അരച്ച് മിക്സിയും എല്ലാം കൂടി ഒരു തുള്ളി വെള്ളത്തിൽ കൈ പാർന്ന് എന്നിട്ട് അതിനെ ഇളക്കി മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം വേറൊരു കടായി അടുപ്പത്ത് വെക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് കരുവാമഞ്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പെരക്കി വെച്ചതിൽ നിന്ന് കുറച്ച് ഒരു 10 കൊഞ്ചനെടുത്തിട്ട് ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ഫ്രൈ ആക്കുക. മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് പെരക്കി വെച്ചതാണ് ഇത്. ഇത് ഉണങ്ങിയ ശേഷം ഇത് മടിച്ച് വെക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളെ കറിയും ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്തതിൽ നിങ്ങൾക്ക് വരാം. എല്ലാവർക്കും ബായ്.